സർക്കാർ ഓഫീസുകളിലെ കൈക്കൂലി അവസാനിപ്പിക്കാൻ പ്രൊജക്ട് സീറോ. അഴിമതി ദൃശ്യങ്ങൾ അയച്ചാൽ 5000 പാരിതോഷികം. സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി മാസ് ആക്ഷൻ പദ്ധതി പ്രഖ്യാപിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. കേരളത്തെ അഴിമതി മുക്തമാക്കാൻ നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ പദ്ധതിയുടെ പ്രഖ്യാപനം വിജിലൻസ് ആസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. അഴിമതി നടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് 5000 രൂപ വിജിലൻസ് പാരിതോഷികം നൽകും. സർക്കാർ ഓഫീസുകളിലേതുൾപ്പെടെയുള്ള അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സമഗ്ര കർമ്മ പദ്ധതിയാണ് പ്രൊജക്ട് സീറോ എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി സുതാര്യവും ഉത്തരവാദിത്വപരവുമായ ഭരണ സംവിധാനം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സർക്കാർ ജീവനക്കാർ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ പൊതുജനങ്ങൾക്ക് വീഡിയോ തെളിവായി വിജിലൻസിന്റെ ഔദ്യോഗിക പോർട്ടലിൽ സമർപ്പിക്കാം. വിവരങ്ങൾ നൽകുന്നവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും വെച്ച് പൊറുപ്പിക്കില്ലെന്നും അഴിമതിയില്ലാതെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് സർക്കാരിന്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. കാലം മാറുന്നതിനനുസരിച്ച് അഴിമതിയും മാറ്റമുണ്ടാകുന്നുണ്ട്. അതിനാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രൊജക്ട് സീറോ വിഭാവനം ചെയ്തത്. അഴിമതി നടന്ന ശേഷം കണ്ടെത്തുന്നതിനേക്കാൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയുകയാണ് മുൻഗണന നൽകുക. വിജിലൻസ് മിന്നൽ പരിശോധനകൾ തുടങ്ങുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. അഴിമതിരഹിത സംസ്ഥാനത്തിന്റെ സാക്ഷാത്കാരത്തിന് ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കേണ്ടത് വിജിലൻസിന്റെ സംവിധാനമാണ്. അഴിമതി വിമുക്ത കേരളം എന്ന ലക്ഷ്യം നിറവേറ്റാൻ വിജിലൻസിന് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകും. വകുപ്പ് തല അന്വേഷണങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കും. കുറ്റവാളികളെ ശിക്ഷിക്കാൻ സഹായിക്കുന്ന ഫലപ്രദവും നിയമപരവുമായ അന്വേഷണം വിജിലൻസ് ഉറപ്പാക്കണം. അന്വേഷണങ്ങളിൽ ഉണ്ടാകുന്ന അനാവശ്യ കാലതാമസം ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. വിജിലൻസിലെ സ്റ്റാഫ് ക്ഷാമം, വാഹന സൗകര്യക്കുറവ്, അന്വേഷണ സൗകര്യങ്ങളുടെ പരിമിതി തുടങ്ങിയ വിഷയങ്ങൾ പരിഗണിച്ച് ആവശ്യമായ ഇടപെടലുകൾ സർക്കാർ തലത്തിൽ നടത്തുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി.